നമസ്കാരം. വോട്ട് പെട്ടി നിറയ്ക്കാൻ കുട്ടിപ്പെണ്ണിനെ പന്തലിലിരുത്തുന്ന ഷോ. നവോത്ഥാനത്തിന്റെ മൊത്തക്കച്ചവടക്കാരായി ചമയുന്ന ചില രാഷ്ട്രീയ സിംഹങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു നിൽക്കുകയാണ്. പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴി വൈറലായി പൊങ്ങി വന്ന മൊണോലിസ എന്ന മോണ ഫോസ്ലെയെയും മുഹമ്മദ് ഫഹാനെയും ചേർത്ത് നിർത്തി മതേതര കല്യാണം ആഘോഷിച്ചവർക്കിപ്പോൾ അടിതെറ്റിയിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് കാർമ്മികത്വം വഹിച്ചു എന്ന വാർത്ത കേട്ട് സാക്ഷര കേരളം മൂക്കത്ത് വിരൽ വെക്കുകയാണ്. കുട്ടികൾക്ക് മാതൃകയാകേണ്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ ബാലവിവാഹത്തിന് പച്ചക്കൊടി കാണിക്കുന്നത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഏത് നിയമത്തെയും കാറ്റിൽ പറത്താമെന്ന ഗർവാണ് ഇവിടെ പ്രകടമാകുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പോലീസ് മേധാവിക്കും പൂവാർ SHOയ്ക്കും നൽകിയ പരാതി ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഭരണകൂട ധിക്കാരത്തിനെതിരെയുള്ള കരണത്തടിയാണ്. ഈ വിവാഹ നാടകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഔദ്യോഗിക രേഖകളിലാണ്. പെൺകുട്ടികളുടെ പേര് മോണ ഫോസ്ലെ എന്നാണ്. എന്നാൽ സോഷ്യൽ മീഡിയ വഴി ആ പെൺകുട്ടിക്ക് ചാർത്തി കൊടുത്ത മോണാലിസ എന്ന പേര് ആധാർ കാർഡിൽ വന്നത് എങ്ങനെയാണ്? ഇത് ആസൂത്രിതമായ ഒരു രേഖാ നിർമ്മാണമാണ്. പ്രായം തികയാത്ത പെൺകുട്ടിയെ പ്രായപൂർത്തിയായെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ സംവിധാനങ്ങളെ പോലും ദുരുപയോഗം ചെയ്തു എന്നതിന്റെ തെളിവാണിത്. പെൺകുട്ടിയുടെ സ്വന്തം അമ്മ തന്നെ മകൾക്ക് 17 വയസ്സേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടും ആധാർ കാർഡ് കാട്ടി ജനങ്ങളെയും നിയമത്തെയും പറ്റിക്കാൻ നോക്കിയവർ വലിയൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മതപരിവർത്തനത്തെയും ശൈശവ വിവാഹത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം നീക്കങ്ങൾ BJPയും ഹൈന്ദവ സംഘടനകളും കൈകെട്ടി നോക്കി നിൽക്കില്ല. ചാനൽ ചർച്ചകളിൽ പുരോഗമനത്തെക്കുറിച്ച് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാതോരാതെ പ്രസംഗിക്കുന്ന മന്ത്രി ശിവൻകുട്ടിയും MP AA റഹീമും MV ഗോവിന്ദൻ മാസ്റ്ററും ഇപ്പോൾ മറുപടി പറയാനാകാതെ വിയർക്കുകയാണ്. ശൈശവ വിവാഹ നിരോധന നിയമം, ചൈൽഡ് മാരേജ് റിസ്ട്രെയിന്റ് ആക്ട് ഇവിടെ പച്ചയായി ലംഘിക്കപ്പെട്ടിട്ടും ഇവർക്കിതെല്ലാം വെറും ഒരു രാഷ്ട്രീയ ആഘോഷം മാത്രം. നിയമം പഠിപ്പിക്കാൻ നടക്കുന്നവർ തന്നെ നിയമം കയ്യിലെടുക്കുമ്പോൾ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു വശത്ത് നവോത്ഥാനം പറയുകയും മറുവശത്ത് വോട്ടിന് വേണ്ടി 17കാരിയെ കല്യാണം കഴിപ്പിക്കാൻ ഒത്താശ ചെയ്യുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പിക്കാൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം പണയപ്പെടുത്താൻ ഈ നേതാക്കൾക്ക് മടിയുണ്ടായില്ല. ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം നടന്നു എന്ന് കാണിക്കാൻ ഒരു ക്ഷേത്രത്തെ തന്നെ ഇതിനായി തെരഞ്ഞെടുത്തത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. മന്ത്രിയും MPയും MLAയും പ്രതിസ്ഥാനത്ത് വരുമ്പോൾ നിയമം അതിന്റെ വഴിക്ക് പോകില്ല എന്നതാണോ കേരളത്തിലെ അവസ്ഥ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹത്തിന് സാക്ഷിയായവർക്കും ആശംസകൾ നേർന്നവർക്കുമെതിരെ ഉടൻ കേസെടുക്കണം. നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെങ്കിൽ മന്ത്രിയായാലും അഴിക്കുള്ളിലാകണം. പെൺകുട്ടിയുടെ യഥാർത്ഥ പ്രായം മറച്ചുവെക്കാൻ വ്യാജരേഖകൾ ചമച്ചവർക്കെതിരെയും അന്വേഷണം വേണം. സൈബർ സെൽ മോണോലിസയുടെ ആധാർ കാർഡിന്റെ ഉറവിടം പരിശോധിച്ച് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം. സോഷ്യൽ മീഡിയയിലെ താരപരിവേഷം ഉപയോഗിച്ച് നിയമവിരുദ്ധ കാര്യങ്ങളെ മഹത്വവൽക്കരിക്കുന്നത് തടയേണ്ടതുണ്ട്. ഈ വിഷയം വെറും ഒരു വാർത്തയല്ല, മറിച്ച് ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു ഹൈന്ദവ പെൺകുട്ടിയെ വ്യാജരേഖകൾ ചമച്ച് വിവാഹം കഴിപ്പിക്കുന്നത് ലവ് ജിഹാദ് പോലുള്ള വലിയ വിപത്തുകളുടെ തുടർച്ചയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. BJP ഈ പോരാട്ടം അവസാനിപ്പിക്കില്ല. നിയമവിരുദ്ധമായി വിവാഹം നടത്തിയവർക്കും അതിന് കൂട്ടുനിന്ന ഭരണാധികാരികൾക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തെരുവുകളിൽ ആളിപ്പടരും. വോട്ട് ബാങ്കിന് വേണ്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പോലും വിടാത്ത മതേതര തട്ടിപ്പുകാർക്ക് കാലം മറുപടി നൽകും. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് പന്താടി വോട്ടുറപ്പിക്കാൻ നോക്കിയ രാഷ്ട്രീയ കോമാളികളെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ നവോത്ഥാന നായകരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി TV.